പിൻവലിക്കുവാനും അല്ലെങ്കിൽ ഇത് ഫ്രീസ് ചെയ്തുകൊണ്ട് ആവശ്യമായ പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുവാനും ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇക്കാര്യങ്ങളുടെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഈ പറയപ്പെടുന്ന നിലയിൽ ഒരു ബഫറിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് പ്രശ്നമുണ്ടാകും എന്നുള്ള ആശങ്ക നമ്മുടെ സഭയിൽ തന്നെ ആവശ്യമില്ല. നമ്മൾ ചില രേഖകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ പറഞ്ഞ മേഖലയിലൊന്നും ഒരു ആപ്ലിക്കേഷനും ഇല്ല. അത് വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ്. നമ്മളിതിന് മുൻപും 2015-ലും 2016-ലും എല്ലാം ഉള്ള അപേക്ഷകൾ ഞാൻ പരിശോധിച്ചു. 7 അപേക്ഷകളാണ് വന്നിട്ടുള്ളത്. അതിൽ ചിലത് റിജക്റ്റ് ചെയ്തു, ചിലത് കൊടുത്തു. 15 മീറ്റർ വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്, 17 മീറ്റർ കൊടുത്തിട്ടുണ്ട്, 10 മീറ്റർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ നിലയാണ് നമ്മൾ തുടർന്ന് സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നിലയും പിണറായി സർക്കാർ എടുത്തിട്ടില്ല. നമുക്ക് ആശങ്കയുടെ ആവശ്യമില്ലല്ലോ. ഇപ്പം പറഞ്ഞു ഇടുക്കിയിലെ നിർമ്മാണ പ്രവർത്തനം, ആശങ്ക ഉണ്ടായിരുന്നു, അകലുകയാണത്. 964-ലെ ഭൂപതിവ് ഭേദഗതി നിയമത്തോടുകൂടി ആ ആശങ്ക അകലുകയാണ്. ചട്ടങ്ങൾ രൂപീകരിച്ച് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. സാധാരണക്കാരെയും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെയും അവർ നിർമ്മിച്ച നിർമ്മിതികളെയും റെഗുലറൈസ് ചെയ്യാൻ കൊണ്ടുവരുന്ന ഈ നിയമം ചട്ടം കൊണ്ടുവന്ന് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക അകലും. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും ഒരു പ്രശ്നം നമുക്ക് ആവശ്യമില്ല. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ട് ഇടുക്കി നേരിടുന്നുണ്ട്. ഇടുക്കി മാത്രമല്ല, കേരളത്തിൽ പൊതുവിലുണ്ട്. എന്നാൽ കൂടുതലും ബാധിക്കുന്നത് ഇടുക്കിയിലാണ്. ഞങ്ങൾക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല, സാധനത്തിൻ്റെ ലഭ്യത കുറവുണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ബഹുമാന്യ മുഖ്യമന്ത്രിയുമായി ഒരു ഘട്ടം ചർച്ചകൾ നടത്തി കഴിഞ്ഞു. അടിയന്തരമായ പരിഹാരം അതിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെന്റ് ചിന്തിക്കുന്ന എന്താ, ഇറിഗേഷൻ വക സ്ഥലം, പൊന്നും വിലയ്ക്ക് മേടിച്ച സ്ഥലം, വർഷങ്ങളോളം കാലങ്ങളോളമായും പലരുടെയും കൈവശമിരിക്കുന്ന സ്ഥലം, എത്രയോ ഗവൺമെന്റുകൾ മാറി മാറി വന്നു. അവിടെ പട്ടയം കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. നമുക്കതിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, അവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. ചില കാര്യങ്ങളും നിയമപരമായ സാധ്യതകളുമെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു പക്ഷേ സാധ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ ഈ ഗവൺമെന്റ് അത് വീണ്ടും പരിശോധിച്ചു. ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു നോട്ട് ഇറിഗേഷൻ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എന്നതിൽ എനിക്ക് വന്നു. അവിടെ പട്ടയം കൊടുക്കാൻ സാധ്യമാകുമോ? ഞങ്ങളതിനു വേണ്ടി ഒരു യോഗം ചേർന്നു. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഞാനുണ്ടായിരുന്നു, വനം വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ KB ഗണേഷ് കുമാർ, അദ്ദേഹത്തിന് മണ്ഡലം കൂടി ഉൾപ്പെട്ട പ്രദേശമാണ്, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നു, നമ്മുടെ പാറശാല MLA ഉൾപ്പെടെ. ആ വിഷയങ്ങളെല്ലാം ഞങ്ങൾ സവിസ്തരമായി പരിശോധിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം പരിശോധിച്ചു. അവിടെ